ഹായ് മക്കളെ, മലയാള സെക്കൻഡിൽ മുൻകാല പരീക്ഷകളിൽ ചോദിച്ചതും ഈ വർഷം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങളെ ഒരു 5-6 ചോദ്യങ്ങളെ ഒരു 20, 24, 25 മാർക്കിലേക്കുള്ള ചോദ്യങ്ങളെ മാത്രം ഞാൻ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ മുന്നിൽ പ്രവചിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ പറയാൻ സാധ്യതയുള്ള ആ ചോദ്യങ്ങളെ നിങ്ങളുടെ മുന്നിൽ എന്ത് ചെയ്യാൻ പോവുകയാണ്, പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഒന്നെന്ത് ചെയ്യുക മക്കൾ, ശ്രദ്ധിച്ചിരിക്കുക. ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അതുപോലെ അല്ലാത്ത രൂപത്തിലെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലൈവ് ക്ലാസ്സിനകത്ത് നമ്മൾ ഉത്തരങ്ങളായിട്ട് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഉത്തരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനകത്ത് നോക്കി തന്നെ സെറ്റാക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറെയുള്ള മുൻ വർഷങ്ങളിൽ ചോദിക്കപ്പെട്ട ആ ചോദ്യങ്ങൾ പറ. ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, എന്താണ് ആ ചോദ്യങ്ങൾ നോക്കുക. കിട്ടും പണമെങ്കിൽ ഇപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാനൊട്ടും മടിയില്ല, കൈക്കൂലി മെല്ലെ പിടുങ്ങുവാനല്ലാതെ ഇക്കാര്യക്കാരന്മാർക്കില്ല വാഞ്ചിതം. കുഞ്ചൻ നമ്പ്യാരുടെ വരികളുടെ സമകാലിക പ്രസക്തി വിലയിരുത്തി തയ്യാറാക്കുക. ഈ വരിയിൽ പറയുന്നത് പണം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ദുഷ്ടത കാണിക്കാനും മനുഷ്യർക്ക് മടിയില്ല എന്നും, കൈക്കൂലി വാങ്ങുന്ന ആളുകൾക്ക് അല്ലെ അത് വീണ്ടും വീണ്ടും കിട്ടാനുള്ള ആഗ്രഹമാണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതലുള്ളത്. ഇത് ഇന്നത്തെ സമൂഹത്തിലുണ്ടോ? പണത്തിന് വേണ്ടിയിട്ട് എന്ത് നെറുകേട് കാണിക്കാൻ ഇന്നത്തെ സമൂഹം തയ്യാറാകുന്നുണ്ടോ? കൈക്കൂലിക്കാരായിട്ടുള്ള ജോലി നമുക്ക് ചെയ്തു തരേണ്ട സർവീസിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പണം പിടുങ്ങാൻ ഇപ്പോഴും ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുന്നുണ്ടോ? ഇത്തരം വസ്തുതകളെ വെച്ചുകൊണ്ട് സമകാലിക പ്രസക്തി, ഈ കാലഘട്ടത്തിലുള്ള പ്രസക്തിയെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നിങ്ങളോട് ചോദ്യമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലുള്ള പ്രസക്തി എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെച്ചേക്കണം. എന്താണ് ഈ കാലഘട്ടത്തിൽ അതിനുണ്ടായിട്ടുള്ള പ്രസക്തി എന്ന്, ഈ കാലഘട്ടത്തിലെ സംഭവ വികാസങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഉത്തരം പറയേണ്ടത്. സെറ്റ്. നെക്സ്റ്റ്, പൈതൽ മുണ്ടിന്മേൽ അഴുക്കാക്കാം കരുതിയിരിക്കുക, മിടുക്കത്തി എന്മയിൽ തളിച്ചോളട്ടെ തീർത്ഥം. വിഷ്ണുനാരായണ നമ്പൂതിരി പറയുന്നു, എൻ്റെ കുഞ്ഞ് താങ്കളുടെ ദേഹത്ത് എന്താക്കാം, അഴുക്കാക്കിയേക്കാം. അങ്ങനെയാണെങ്കിൽ അഴുക്ക് മാത്രമല്ല, അവൾ എൻ്റെ ദേഹത്തിൽ വേണമെങ്കിൽ തീർത്ഥം വരെ എന്ത് ചെയ്തോട്ടെ, തളിച്ചോട്ടെ എന്ന് ബഷീർ പറയുന്നു. ആ കുട്ടി തൻ്റെ മടിയിൽ കയറി ഇരുന്നപ്പോൾ തൻ്റെ മറ്റൊരു കുട്ടിക്കാലത്തിലേക്കാണ് ആര് മാറുന്നത്, ബഷീർ മാറുന്നത്. തൻ്റെ മറ്റൊരു കുട്ടിക്കാലത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, ബഷീർ മാറുന്നത്. ആ കുട്ടിയുടെക്കാളും ചെറിയൊരു കുട്ടിയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ബഷീറിന്റെ ഈ മറ്റ് സവിശേഷതകൾ കൂടി എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ ഉത്തരം എന്ത് ചെയ്യേണ്ടത്, പൂർത്തിയാക്കേണ്ടത്. സെറ്റ്. ദെൻ നെക്സ്റ്റ്, വേല ചെയ്യണം, വിയർക്കണം, ഞാൻ ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് ഫലം പറ്റണം. ആ വിദ്യ മനസ്സിലിരിക്കട്ടെ. അഴുക്കിലൂടെ നീന്തി കയറണം, അത് പുരളാതെ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. തേൻകണി എന്ന നാടകത്തിൽ ഈ സന്ദർഭങ്ങൾ പുതുതലമുറക്ക് നൽകുന്ന സന്ദേശം എന്താണ്? അധ്വാനിച്ച് നേടിയതിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ, സൗന്ദര്യം ഉണ്ടാവുകയുള്ളൂ, നമുക്കത് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പരാമർശിക്കുന്നത്. ആ തേൻകനിയുടെ ആ ആശയങ്ങളെ മുഴുവൻ നമ്മുടെ ചോദ്യോത്തരത്തിനകത്ത് ചെയ്യുന്നുണ്ട്, ലൈവ് ക്വസ്റ്റ്യൻ ആൻസറിനകത്ത് എന്ത് ചെയ്യും, ഈ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ആ ഉത്തരങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ്, എൻ്റെ കയ്യിൽ കുപ്പായം ഒന്നും നന്നല്ല അമ്മേ, കല്യാണത്തിന് വരുന്ന കുട്ടികൾ കണ്ടാൽ പരിഹസിക്കില്ലേ, പഴയ കുപ്പായിട്ട് MT വാസുദേവൻ നായർ. കുട്ടിക്കാലത്തിന്റെ സ്വാതന്ത്ര്യവും കുസൃതിയും പുറത്തെടുക്കാൻ അവസരം കിട്ടാതിരുന്ന ആ കഷ്ടകാലങ്ങളിൽ ഒരു കൊച്ചല്ലേ പാവം, ഇത്തിരി കുസൃതി അതും കാണിച്ചോട്ടെ എന്ന് സ്നേഹവയ്പായി ഞാൻ ആ മഴകളെ ഇന്ന് തർജ്ജമ ചെയ്യുന്നു. നനയാത്ത മഴ, പ്രിയായസ്. ബാല്യകാലത്തെ നഷ്ടങ്ങളും ഇല്ലായ്മകളുമാണ് ഓർമ്മകളെ സമ്പന്നമാക്കുന്നത്. നഷ്ടം, മഴ അനുഭവിക്കാൻ പറ്റാതെ പോയ പ്രിയായസിന്റെ നഷ്ടം, നല്ലൊരു കുപ്പായം ഇല്ലാതിരുന്ന MTയുടെ നഷ്ടം. ഈ സന്ദർഭങ്ങളൊക്കെ പരിഗണിച്ച് ലഘു ഉപന്യാസം തയ്യാറാക്കുക. ഓർമ്മകളിൽ എപ്പോഴും തങ്ങി നിൽക്കുക, ഇല്ലായ്മകളും നഷ്ടങ്ങളും ഒക്കെ തന്നെയാണ്. അതിനെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പരാമർശിക്കുന്നത്, നിങ്ങൾ ഓർത്ത് വെക്കുക. എന്നിട്ടോ, ദാരിദ്ര്യത്തിന്റെ മാറിലേക്ക് വീഴുന്ന വെട്ടുപോലെ തൂമ്പ അയാളുടെ കയ്യിൽ നിന്ന് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു. അയാളുടെ പ്രിയപ്പെട്ട വരിക്കമാവിലേക്ക് അയാൾ നോക്കി. അതും ഈ പ്രാവശ്യം അയാളെ ചതിച്ചിരിക്കുന്നു. കർഷകരുടെ ജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം സൂചനകളാണ് ഈ സന്ദർഭങ്ങളിൽ തെളിയുന്നത്? കർഷകരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഉത്തരത്തിനകത്തേക്ക് കൊണ്ടുവരേണ്ടത് അല്ലെ. സമൂഹം അവർക്കെതിരെ നിൽക്കുന്നത്, പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ എല്ലാം അവർക്ക് എന്ത് ചെയ്യുന്നു, പ്രതികൂലമായിട്ട് വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള സാധനങ്ങൾ ഇവിടെ സൂചിപ്പിക്കണം. കുഴിയാനയിൽ ആടിൽ അണ്ടകോടിയിൽ സ്നേഹപ്പൊരുൾ തേടിന കയ്യാൽ, ബഷീർ എന്ന വല്യൊന്ന്. എനിക്ക് ഈ പ്രപഞ്ചങ്ങളെല്ലാം സ്നേഹത്തോട് ആലിംഗനം ചെയ്യാൻ തോന്നുന്നുണ്ട് ഭൂമിയുടെ അവകാശികൾ.
ബഷീർ ജീവിതത്തെ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? ജീവിതത്തിലുള്ള മറ്റ് ജീവജാലങ്ങൾക്കും ഭൂമിയിലുള്ള സകല വസ്തുക്കൾക്കും ലോകമേ തറവാട് എന്ന കൺസെപ്റ്റ് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്ന ആളായിരുന്നു ബഷീർ എന്ന് നമ്മുടെ ഉത്തരത്തിനകത്ത് എന്ത് ചെയ്യണം മക്കള് സൂചിപ്പിച്ചേക്കണം. ഓക്കെ, സെറ്റാണല്ലോ. അപ്പൊ കൃത്യമായിട്ട് ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് ഉത്തരങ്ങൾ സെറ്റാക്കി വെച്ചേക്കുക. ലൈവ് ക്ലാസ്സിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഉത്തരങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.